മൈഗ്രെയിൻ ഉള്ള മിക്ക ആൾക്കാരും അവർക്ക് വരുന്ന തലവേദന എല്ലാം തന്നെ പൊതുവെ മൈഗ്രെയിൻ തന്നെയായിട്ടാണ് കരുതുക. പക്ഷെ ഈ പറയുന്ന പോലെയാണ് തലവേദന വരുന്നതെങ്കിൽ അതെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോ മാസത്തിലോ 2-3 മാസം കൂടുമ്പോ 1-2 തവണ ഇടവിട്ട് തലവേദന വരുന്നവരുണ്ട്. എന്നാൽ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് തലവേദന വരിക, കണ്ടിന്യൂസ് ആയിട്ട് ദിവസങ്ങളോളം തലവേദന വരിക, ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒക്കെ വേദന നീണ്ടു നിൽക്കുക, നോർമലി കഴിക്കുന്ന മെഡിസിൻസിനോട് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക, പ്രായമുള്ള ആളുകളിൽ ഒരു 50 വയസ്സിന് ശേഷം പുതുതായി തലവേദന ആരംഭിക്കുക, വന്നുകൊണ്ടിരുന്ന തലവേദനയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരിക, പുതിയ രീതിയിലുള്ള തലവേദന വരിക, ഒപ്പമുണ്ടാകുന്ന മറ്റ് ലക്ഷണങ്ങളിൽ മാറ്റങ്ങൾ വരിക, പുതിയ സിംറ്റംസ് ഡെവലപ്പ് ചെയ്യുക, തലവേദനയുടെ കൂടെ ഫിറ്റ്സ്, അപസ്മാരം പോലെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുക, കൈകാലുകൾക്ക് ഉണ്ടാകുന്ന തരിപ്പ്, കുഴച്ചിൽ, അബോധാവസ്ഥയിലാവുക, കാഴ്ചയ്ക്ക് പ്രശ്നങ്ങൾ വരിക, പെട്ടെന്ന് ശക്തമായ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേക്കുന്ന രീതിയിൽ സഡൻ ആയിട്ടുള്ള ഹെഡേക്ക് വരിക, തലേന്റെ ഏതെങ്കിലും ഒരു ഏരിയയിൽ മാത്രം റിപ്പീറ്റഡ് ആയിട്ട് തലവേദന വരിക, തലവേദനയുടെ കൂടെ ഇൻഫെക്ഷന്റെ പനി, ബോഡി പെയിൻ, മസിൽസിനും കഴുത്തിനും വരുന്ന സ്റ്റിഫ്നെസ്, ഈ കാര്യങ്ങളൊന്നും പൊതുവെ മൈഗ്രെയിനിലേക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാറില്ല. മൈഗ്രെയിൻ ഉള്ളവരാണെങ്കിലും ഒരുപക്ഷെ അവർക്ക് വേറെ ഏതെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ടാവാം ഇങ്ങനത്തെ തലവേദന വരുന്നത്. ഇപ്പോൾ ബ്രെയിനിലും തലയിലും വരുന്ന ഇൻഫെക്ഷൻ തൊട്ട് ട്യൂമർ വരെയുള്ള അസുഖങ്ങൾക്കൊക്കെ തന്നെ തലവേദന ഒരു കോമൺ സിംറ്റമാണ്. ഈ രീതിയിൽ തലവേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇവൻ മൈഗ്രെയിൻ ഉള്ളവരാണെങ്കിൽ പോലും നിസ്സാരമായിട്ട് കാണുകയോ അവഗണിക്കുകയോ ചെയ്യരുത്. ഒരു ഡോക്ടറെ കണ്ട ആവശ്യമാണെങ്കിൽ പ്രോപ്പറായ പരിശോധനകൾ നടത്തി എന്തുകൊണ്ടാണ് തലവേദന വരുന്നതെന്ന് കൃത്യമായിട്ട് കണ്ടെത്തി ശരിയായ മെഡിക്കൽ സപ്പോർട്ട് ഉറപ്പുവരുത്തുക.